പൂച്ചെടികളുടെ ഇടയിൽ ഞാനൊരു കഷ്ണം ഇഞ്ചി നട്ടതാണ്. കുറേ കാലമായി നട്ടിട്ട് നന്നായിട്ട് തഴച്ചു വളരുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം അത് പറിക്കുന്ന സമയമായി, ഇലയൊക്കെ കരിഞ്ഞു തുടങ്ങി. ഇപ്പോൾ പറിക്കാറായിരുന്നു പാകത്തിന് ഇതാ നിൽക്കുന്നു. ചുറ്റിനും ചെടികളൊക്കെ ഉണ്ട്, അത് കാരണം നമുക്ക് ശ്രദ്ധയോടെ പറിക്കാൻ പറ്റുള്ളൂ. നമുക്കിതൊന്ന് പറിച്ച് നോക്കാം. ഒരു കമ്പി ഉപയോഗിച്ച് ഇതിന് കുത്തി പറിക്കാം. വളരെ പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ട്. കുറച്ച് മണ്ണും ഉണ്ട്. ഇനി എടുത്ത് നോക്കാം കഴിഞ്ഞിട്ടുണ്ട്. മണ്ണുള്ളത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എടുക്കാൻ. മണ്ണോട് കൂടിയതാണിത്. ഇത്രയും നമുക്ക് കിട്ടി. ഇത് കഴുകി നോക്കിയാൽ അറിയാം എത്രത്തോളം ഉണ്ടെന്ന്. നമുക്ക് ടാപ്പിൻ്റെ വീട്ടിലൊന്നും കൊണ്ട് ഈ കുറച്ചുകൂടെ പറിക്കാനുണ്ട്. പക്ഷെ ഇതൊന്ന് ആദ്യം കഴുകി നോക്കാം. ഇത് നമുക്കിതൊന്ന് കഴുകി നോക്കാം എത്രത്തോളം മണ്ണുണ്ടെന്ന്. മണ്ണ് നന്നായിട്ടുണ്ട്. നല്ലത് ചെടിപോലെ ഇറങ്ങി വരുന്നുണ്ട്. ഇതിന് ചുറ്റും മറ്റ് ചെടികളൊക്കെ ഉണ്ട് ടാപ്പിൻ്റെ ചുറ്റും. അതായത് എന്തെങ്കിലും ചെടി വാടി തുടങ്ങിയാലോ എന്തെങ്കിലും കെയറൊക്കെ കണ്ടാൽ ഞാൻ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് കൂടുതൽ കെയർ ചെയ്യും. അതുമാത്രമല്ല, കുറേ അധികം കമ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ കമ്പുകളെല്ലാം ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. അധികം നടാൻ പെട്ടെന്ന് സമയം കിട്ടിയില്ലെങ്കിൽ ഇവിടെ വയ്ക്കും. അത് കുറച്ച് നാൾ മുളച്ച് വന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പം നടുന്നത്. ചിലത് അപ്പം തന്നെ നടും. സമയം സാഹചര്യം അനുസരിച്ചായിരിക്കും. വെറുതെ ഒരു കഷ്ണിട്ട ഇഞ്ചിയാണ്. അധികം വളമൊന്നും ചെയ്തില്ല. ഞാനിത് ചാണകം ആണ്. പിന്നെ പൂച്ചകൾക്ക് ചായമട്ടൊക്കെ ഒഴിക്കുന്ന കൂട്ടത്തിൽ അതല്പം ചായമട്ടോ പിന്നെ അടുത്ത് നിൽക്കുന്ന ചെടി വെക്കുന്ന എന്തെങ്കിലും വളമോ ഞാൻ നമുക്കിന്ന് കിട്ടുന്നത്. നമുക്ക് ഇഞ്ചി, അതായത് ചെടികളുടെ ഇടയ്ക്ക് ഞാൻ മിക്കപ്പോഴും ഓരോ കഷ്ണം ഇടും. അത് ആവശ്യ സമയത്ത് പറിച്ചെടുക്കുക. അതായത് വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി ഞാൻ തനിയെ ഉണ്ടാക്കിയെടുക്കുക എപ്പോഴും പതിവ്. എന്നിട്ട് ഇതിൻ്റെ തന്നെ ആയിരിക്കും മിക്കവാറും നട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നടുക, പറിക്കുക. അതായത് നമുക്ക് വീട്ടമ്മമാർക്ക് അധിക സമയമൊന്നും വേണ്ട, അധിക സ്ഥലവും വേണ്ട. കുറച്ച് സ്ഥലത്ത് നിന്ന് തന്നെ പറിച്ച ഇഞ്ചി. നന്നായിട്ട് മണ്ണുണ്ട്, അതായത് ഇതുവരെ കഴുകി തീരാത്ത നല്ല മണ്ണും ചെളി. ഇഞ്ചി മാത്രമല്ല, മഞ്ഞൾ, ചീര, ചേമ്പ്, അങ്ങനെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നടാം. ഇത്രയും ഇഞ്ചിയാണ് എനിക്ക് കിട്ടിയത്. എന്താ കൂട്ടുകാരെ, എല്ലാവരും ഓരോ കഷ്ണം ഇഞ്ചി നടുകയല്ലേ?